അതെന്താ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? ജീവനക്കാർക്ക് മനസ്സിലായിട്ടില്ലേ? പെൻഷൻകാർക്ക് അതിനെപ്പറ്റി അറിഞ്ഞുകൂടെ? കേരളത്തിലെ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഞങ്ങൾ അത്രയും ചെയ്തല്ലോ. ഞങ്ങൾ ഈ പോകുന്ന തിരക്കില, വേണമെങ്കിൽ ഞങ്ങൾക്ക് മിണ്ടാതെ പോകാമായിരുന്നു. മനസ്സിലായില്ലേ? ഞങ്ങളത് ചെയ്തില്ലല്ലോ. ഞങ്ങള് കമ്മീഷനെ വെച്ചു. എന്നിട്ട് ഞങ്ങളുടെ ധനകാര്യമന്ത്രി ഒരു കാര്യം പറഞ്ഞു, 3 മാസത്തിനകം റിപ്പോർട്ട് ലഭിക്കുമെന്ന്, അല്ലെങ്കിൽ ലഭിക്കണമെന്ന്, അതാണ് നിർദ്ദേശിച്ചിരിക്കുന്നതെന്ന്. പക്ഷേ ഉത്തരവിറങ്ങി വായിച്ചു നോക്കിയപ്പോൾ ഈ 3 മാസത്തിന്റെ കണക്കൊന്നും അതിനകത്തില്ല കേട്ടോ. അതും മറന്നുപോയതായിരിക്കും. ഈ 3 മാസത്തിന്റെ ഒരു പരിധി, കാലപരിധി, അത് ഞങ്ങൾ തീരുമാനിച്ചതാ, അത് ധനകാര്യമന്ത്രി പറഞ്ഞതുവാ. പക്ഷെ അത് ഓർഡറിൽ പെടാതിരുന്നത് അത് ഞങ്ങളുടെ കുറ്റമല്ല. അതെന്തോ ഒരു അക്ഷരപ്പശക് പറ്റിയതാ. കഴിഞ്ഞ 2024 ജൂലൈ മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെ ശമ്പളം പരിഷ്കരിക്കണമെന്നാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. അതിനർത്ഥം അന്ന് മുതൽ ശമ്പളം പരിഷ്കരിക്കാനുള്ള, പുതുക്കിയ ശമ്പളം കൊടുക്കാനുള്ളതാ. അതാ പറഞ്ഞത്, ചെറിയൊരു നോട്ടപ്പശക് പറ്റിപ്പോയി. അതിനൊന്നും ഇത്രയും കിടന്ന് ഒച്ച വെക്കരുത്, വിമർശിക്കരുത്, പരിഹസിക്കരുത്. അന്ന് പറ്റിയില്ല. ഇപ്പൊ ഞങ്ങളെ കമ്മിറ്റിയെ വെച്ചല്ലോ. അതിൽ പിന്നെ എന്താണ് ഈ സർക്കാർ ചെയ്യേണ്ടത്? അപ്പൊ ഇതിന് ചില ദോഷൈക ദൃക്കുകൾ, ചില മാധ്യമങ്ങള്, പ്രതിപക്ഷം, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഇവരൊക്കെ പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു എന്നാ, ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണെന്നാ. അങ്ങനൊന്നുമില്ല കേട്ടോ. ഇവിടെ അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി ഒന്നുമില്ല. അങ്ങനെ പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ അയ്യപ്പ സംഘം ഇതുപോലെ നടത്തുമോ? അതുപോലെ എത്രയെത്ര സമ്മേളനങ്ങൾ, കോൺക്ലേവുകൾ, സെമിനാറുകൾ, നവകേരള സദസ്, നവോത്ഥാന യാത്ര, ഇതൊക്കെ ഇവിടുന്ന് കാശില്ലാതാണോ നടത്തിയത്? അപ്പൊ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റുമോ?